എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ച് സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് പോകുമ്പോഴൊന്ന് അടിച്ചെടുക്കണം. 300 ഗ്രാം ശർക്കരയും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടി, 150 ഗ്രാം ഗോതമ്പ് പൊടി, 50 ഗ്രാം റവ, 50 ഗ്രാം അരിപ്പൊടി, മൂന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ശർക്കര മെൽറ്റ് ചെയ്ത് ഒന്ന് അരിച്ച് ഈ പൊടിയിലേക്ക് ചേർക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം. ശർക്കരപ്പാനി ചെറു ചൂടോടുകൂടി ചേർക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എള്ള് കഴുകിയെടുത്തത് ചേർത്ത് കൊടുത്തു. 1 അരമുറി തേങ്ങ കൊത്തി വറുത്തെടുത്തത്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ്, 4 ഏലക്ക പൊടിച്ചെടുത്ത് ചേർത്തു. 3 പൂവമ്പഴം മിക്സിയിലൊന്ന് അടിച്ചെടുത്തു, അതും ചേർത്തു. ചെറുപഴമായാലും മതി കേട്ടോ. ഇനി എല്ലാം കൂടെ കൂടി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. രാവിലെയാണ് ഞാനിതിപ്പം കുഴച്ച് വെക്കുന്നത്. വൈകുന്നേരം നമുക്ക് ചുട്ടെടുക്കാം. മൈദ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. വൈകുന്നേരമായി ഇനി ഇതൊന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ശർക്കരയിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. ഉണ്ണിയപ്പക്കാരയിലേക്ക് സൈഡിലുള്ള കുഴിയിലെല്ലാം ആദ്യം ഒഴിച്ചെടുക്കുക. നടുവിൽ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ണിയപ്പം റെഡിയാവും. അതുകൊണ്ട് സൈഡിലുള്ള ആദ്യം ഒഴിച്ചെടുത്തിട്ട് ലാസ്റ്റ് നടുവിൽ ഒഴിച്ചു കൊടുത്താൽ അത് നിറച്ചൊഴിക്കരുത്. കുറച്ചുകൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തു. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നെയ്യിലേലും കുഴപ്പമൊന്നുമില്ല. 3/4 ഭാഗം ഒഴിച്ച് കഴിയുമ്പോൾ നന്നായി ഷേപ്പിൽ പൊന്തി വരും. ഇനി ഒരു വശം ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് കോരിയെടുക്കാം. എല്ലാം കോരിയെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവുകയുമില്ല. മാവ് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് മറിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് കോരിയെടുത്താൽ മതി. ഈ ഒരു ബ്രൗൺ നിറവും വരും. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ണിയപ്പം ഉണ്ണികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇനി ഉണ്ണിയപ്പം ഉണ്ണികൾക്ക് കൊടുക്കാം. വൈകിട്ടത്തെ ചായയും ഉണ്ണിയപ്പവും റെഡിയായി. ഉണ്ണിയപ്പം കഴിച്ചിട്ട് അവർ ടേസ്റ്റ് പറയും. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.